ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണാൻ വയ്യട്ടോ. അടിപൊളിയുള്ളൊരു കിടിലം വ്യൂ ഉണ്ടോ. പിന്നെ മുകളിൽ നിന്ന് ഇതിലും കൂടുതൽ വ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കാണുന്ന മാരക വ്യൂ ഉണ്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു പാസിയോ. ഞാൻ എന്നുള്ളത് നമ്മളെ വാഗമണ്ണിലെ ഓറഞ്ച് വാലി എന്ന് പറഞ്ഞൊരു കിടിലം 360 ഡിഗ്രി വ്യൂ ഉള്ളത്. വ്യൂ കാണാൻ പറ്റുന്നില്ല, ഫുൾ കോട ഉണ്ടോ. വന്നപ്പോൾ കണ്ടിരുന്നു കുറച്ച് നേരം, പിന്നെ അങ്ങ് കോട മൂടിപ്പോയി. അപ്പം അത് അത്രയും വ്യൂവും കോടയും തണുപ്പും നിറഞ്ഞു നിൽക്കുന്ന ഒരു കിടിലം പ്രോപ്പർട്ടിയിലാണ്. വരുന്ന വഴി 1 കിലോമീറ്ററോളം ഇതുപോലെ സൈഡിലൊക്കെ ചെടികളൊക്കെ വെച്ചിട്ട് ഈ കയറ്റം ഫുള്ള് കയറി ഒരു മനസ്സിന് തന്നെ നമ്മളൊരു നല്ലൊരു പീസ്ഫുള്ളായ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ഫീല് തന്നെയാണ് ഇങ്ങോട്ട് വരുമ്പോൾ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ, ആകെ കോട മൂടി സെറ്റാണ് കേട്ടോ. ഇപ്പോൾ തന്നെ ആകെ കോട മൂടി ഇവിടെ സെറ്റാണ്. ഇപ്പോൾ സൈഡിലൊക്കെ അതുപോലെ ഈ ബ്ലൂ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു അടിപൊളി വൈബ് തന്നെ ഉണ്ടോ. ഇവർക്ക് തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു കാരവൻ സ്റ്റേയും ടെൻറ്റ് സ്റ്റേ കൂടി ഉണ്ട്. അത് നമുക്ക് നാളെ മോർണിംഗിൽ കാണിക്കാം. ഇന്ന് ഇവിടെയുള്ള ഈ പ്രോപ്പർട്ടി ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. നാളെ മോർണിംഗിൽ മറ്റൊന്നും കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവരെ ഒരു ലോഗോ വിത്ത് നെയിം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച് വാലി ഹിൽ റിസോർട്ട് വാഗമൺ. ഇത് ഹിൽ എന്ന് പറഞ്ഞാൽ ഹില്ലാണ്, അത്രയും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ റൂംസിൻ്റെ കാഴ്ചകളോട്ടും പിന്നെ റിസപ്ഷൻ കാര്യങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് ഓടിച്ച് കാണാം. അപ്പം നമ്മളെ ഈ ഓറഞ്ച് വാലി പറഞ്ഞ ലോഗോൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്കിവിടെ റിസപ്ഷൻ വരുന്നത്. റിസപ്ഷൻ്റെ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ ഒരു സോഫ സെറ്റ് കാര്യങ്ങളല്ലാണ്ട് പിന്നെ ഒരു ഇൻഡോർ ഗെയിമായിട്ടുള്ള ഒരു ചെറിയൊരു ഗെയിമുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ റിസപ്ഷൻ്റെ നേരെ മുകളിലെ റൂമായിട്ട് കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ഷട്ടിൽ കോർട്ടായിട്ട് ഇവിടെ പെയിൻ്റ് ചെയ്ത് വരച്ചിട്ടിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് കാണുന്ന ഈ വില്ലിൻ്റെ ഉള്ളിലോട്ട് പോകാം. ഇതിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ നമുക്കൊരു എക്സ്ട്രാ ബെഡായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലോട്ട് റൂംസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് ഇവിടെ കയറി നോക്കാം. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ലിവിങ് ഏരിയ, TV കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടൊരു ബാൽക്കണി, ഓക്കെ, ഇങ്ങോട്ടൊരു ബാൽക്കണി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമെല്ലാം നമുക്കെല്ലാം പ്രീമിയം ലെവലിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലൈറ്റ് ആംബിയൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ നമുക്കൊരു 2 ചെയറും ഒരു ടീഫോയും കൊടുത്തിട്ടുണ്ട്. നേരെ ഇങ്ങോട്ട് വന്നാൽ നമുക്കൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. നല്ല കിടിലം വ്യൂ ഉണ്ടോ. ഇതിന് മുകളിൽ നിന്ന് ഇതിലും കൂടുതൽ വ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്കൊരു സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു സോപ്പ് യൂട്ടൻസിൽ കിറ്റ്, കുറേ ക്യാപ്പ് കാര്യങ്ങളെല്ലാം കോംപ്ലിമെൻ്റ് ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ടോ. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ബാത്റൂം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ റൂം വരുന്നുണ്ട്. അതൊന്ന് കയറി കണ്ട് നോക്കാം. മുകളിലത്തെ നിലയിലോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു എക്സ്ട്രാ ബെഡും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നേരെ കയറി വരുമ്പോൾ താഴത്ത് അതേപോലെ സെയിം ആയിട്ടുള്ള തന്നെ ഒരു ലിവിങ് ഏരിയ, പിന്നെ അതുപോലെ ഒരു TV കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ലിവിങ് ഏരിയൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു കിടിലം ബാൽക്കണി ഉണ്ട് കേട്ടോ. ചെയറും കാര്യം വെച്ചോ, തുറക്കുമ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റും കോടയെ അടിച്ച് കയറാം കേട്ടോ. ഇപ്പോൾ നമ്മൾ താഴത്ത് നോക്കുമ്പോൾ ഇവിടെ തെളിഞ്ഞ് കണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും കോട മൂടി. അതായത് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. അതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് കേട്ടോ. അതുപോലെ തന്നെ ഇതിനപ്പുറത്തെ റൂം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. നേരെ ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത്.
താഴത്തെ പോലെ തന്നെ അത്യാവശ്യം നല്ല നീറ്റും ക്ലീൻ. പിന്നെ ഇത് കുറച്ചുകൂടെ സ്പേസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണെന്ന് തോന്നുന്നുണ്ടോ. അത്യാവശ്യം നല്ല സ്പേസ് അല്ല. അതുപോലെ ഇവിടെ വിൻഡോ നീക്കി നമ്മൾ താഴത്തെ കണ്ട വ്യൂ കാണാം. ഇത് വൈറ്റ് ഗ്ലാസ് അല്ല, കോട മൂടി കിടക്കുകയാണ് കേട്ടോ. അതുപോലെ താഴത്തെ പോലെ തന്നെ സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ മുകളിലത്തെ റൂമിലുള്ള എക്സ്ട്രാ കിറ്റ് കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന അറ്റാച്ച്ഡ് ബാത്റൂമാണിത്. അതുപോലെ ഈ മുകളിലത്തെ ഒരു 2 ബാൽക്കണി വരുന്നത്, അതിലൊരു ഈ സൈഡിലോട്ടായിട്ട് ബാത്റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് ഇങ്ങോട്ടൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഫ്രെയിം തന്നെ ഉണ്ടോ. ഇവിടെ നമ്മൾ ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളെല്ലാം വരുന്നത് അവിടെയാണ്. അത് നമുക്ക് കുറച്ചുകൂടി കാണിക്കാം. നിങ്ങൾ ഈ കോട കാണില്ലേ, എന്താണ് വൈബ് നോക്ക്. അടിപൊളിയൊരു വൈബ് തന്നെയുണ്ടോ. അപ്പോൾ കേസ് നമ്മൾ ഈ വില്ലയിലെ കാഴ്ചകളാണ് കാണിച്ച്. ഇതുപോലത്തെ 4 വില്ലയാണുള്ളത്. പിന്നെ അതുപോലെ അവിടെയുള്ള പ്രീമിയം റൂംസ് ആയിട്ടുള്ള നമുക്ക് സ്റ്റേ കിട്ടിയ റൂംസാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കൂടിയും കാണട്ടോ. ഇതിൽ ഈ 4 വില്ലയിലായിട്ട് 8 റൂംസാണ് കേട്ടോ നിലവിലുള്ളത്. അടുത്തതായിട്ട് കാണാൻ പോകുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻ്റാണ് കേട്ടോ. റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലായിട്ട് തന്നെ ഇവർ കുറേ സൈക്കിളുകൾ നിരത്തി ഇട്ടിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് ഗസ്റ്റിനെ നമുക്ക് സൈക്കിൾ സഫാരി നടത്താൻ പറ്റിയ അതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ തന്നെ ഒരു ക്യാബിനുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങോട്ട് വന്നാൽ സ്ട്രൈറ്റ് ആയിട്ട് നമുക്കൊരു 2 ടോയ്ലറ്റ്, പിന്നെ അതുപോലെ ഒരു വാഷ് ബേസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ ഇനിയാണ് ഇതിൻ്റെ ഒരു മാരക ഒരു പ്രീമിയം വ്യൂ കാണാൻ പോകുന്നത് കേട്ടോ. ഒരു അടിപൊളി തന്നെയുണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇവിടുന്നും നല്ല മാരക വ്യൂ ആണ് താഴോട്ടുള്ളത്. ഇപ്പോൾ കോട മൂടി കൊണ്ടൊന്നും കാണാൻ കഴിയുന്നില്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് തന്നെ ഈ ഒരു ഫ്രെയിം കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാകാം. അപ്പോൾ കേസ് നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ മുകളിലോട്ട് റോഡുണ്ട്. ഇത് നടന്ന് തന്നെ നമുക്ക് നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്. അടിപൊളി കിടിലം വ്യൂ പോയിൻ്റാണ് ഈ ഏരിയയിലൊക്കെ. നമ്മൾ നേരത്തെ ഡ്രോൺ ഷൂട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നടന്ന് കയറാവുന്നൊരു ഇതാണ്. അതുപോലെ തന്നെ നമുക്ക് താഴെ ഒരു ക്യാമ്പ് ഫയർ ഓപ്ഷൻസ് ഉണ്ട്. അത് പിന്നെ അതിന് പുറമെ ഇവിടെ നമുക്കൊരു പ്രൈവറ്റായിട്ട് വേണ്ടി ചെയ്ത് കൊടുക്കും. ഒരു ക്യാമ്പ് ഫയർ ഇവിടെയും കൊടുക്കുന്നു കേട്ടോ. പിന്നെ ഇവരെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റിലാണുള്ളത്. പിന്നെ അങ്ങോട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നേരെ ഈ പാറിൻ്റെ മുകളിലൊക്കെ കയറി അടിപൊളിയാണ്. ഇപ്പോൾ കോട കുറച്ച് പോയപ്പം ഷൂട്ട് ചെയ്യാൻ വേണ്ടി കയറിയാണ്. ഓ കിടും, ഒരു രക്ഷയില്ല. അപ്പോൾ ഗൈസ് നമ്മളെ പ്രോപ്പർട്ടി ആകെ കോടയിൽ മൂടിയിട്ടുണ്ടോ. അതിൻ്റെ മുകളിലൂടെ കുറച്ച് ട്രക്ക് ചെയ്തിട്ട് അത്യാവശ്യം ഒരു 360 ഡിഗ്രി വ്യൂവോട് കൂടിയുള്ള വ്യൂ പോയിൻ്റ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിലോട്ട് പോയെടുക്കുകയാണ്. എന്തോ ഈ പാറ പോവോ അല്ല. വാവ്, ഇതെന്താ ഗുഹേ? എൻ്റെ പൊന്നെ, എന്തത്? ഓ, നമ്മളിവിടെ എത്തിയപ്പോൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതാ ഈ പാറ പിടിച്ചങ്ങ് കയറണം മുകളിലോട്ട്. നോക്കാം. അപ്പോൾ ഗൈസ് കോട കൊണ്ട് ഒന്നും കാണാൻ വയ്യ കേട്ടോ. അടിപൊളിയുള്ളൊരു ഏരിയ. നല്ല തണുത്ത കാറ്റും തണുത്ത കോടി. ഒരു രക്ഷയില്ല. എങ്ങനെ ഇത് നിങ്ങളുടെ മുമ്പിൽ വർണ്ണിക്കും എന്നൊരു അറിയില്ല കേട്ടോ. കാരണം കേട്ടില്ല, ഇവിടെ കയറുന്ന ഗസ്റ്റിന് ഇത് തന്നെ മതിയാവും. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു വരുന്നവർ ഇവിടെ വരാൻ മാക്സിമം ശ്രമിക്കുക. കാരണം അത്രമാത്രം നടക്കാറില്ല. കുറച്ചിങ്ങനെ നടന്നാൽ ഇത്രയും കിട്ടില്ല വ്യൂ, ഇത്രയും കിട്ടില്ല കോടയും കാറ്റ് ആസ്വദിച്ച് ഇവിടെ നിൽക്കട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകണം. കേസ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ടോ, ഇവരെ ഈ ഒരു ഏരിയയിൽ കാറ്റും കൊണ്ട് ഇടയ്ക്ക് ഡ്രോണും പറപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണ്ടോ. ഈ ഒരു നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു പിന്നെ ക്ലൈമറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ ഇവിടെ കണ്ണ് കാണില്ലായിരുന്നു, കോട മൂടി. ഇപ്പോൾ തെളിഞ്ഞു, ചെറിയൊരു സൂര്യപ്രകാശമൊക്കെ വന്നു. ഇതാ വീട് അതിലതാ കോട പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ തെളിഞ്ഞു, നല്ല തണുത്ത കാറ്റ്. ഒരു ടൈമിൽ തന്നെ, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റിനുള്ളിൽ പല വെയിൽ, കോട, തണുപ്പ്, കാറ്റ് എന്തൊക്കെയാത്തിൽ ഇവിടെ വന്ന് പോകുന്നത് നമുക്കറിയില്ല. പക്ഷെ ഇത്ര ഇരുന്നാലും നമുക്ക് മടുക്കാത്തൊരു ഫീലാണ് കേട്ടോ. ഇവിടെ അത്രയും ഹൈറ്റിലാണ് നമ്മളുള്ളത്. പിന്നെ പറയാനുള്ളത്, നമുക്കിവിടെ ഒരു സ്പേസ് ആയിട്ടുള്ള റൂമുണ്ട്.
ആ റൂമിൽ, അതായത് നമുക്ക് എല്ലാ കാറ്റഗറിയിലുള്ള ഓരോ റൂംസ് നമ്മൾ കാണിക്കുന്നുള്ളൂ. മൊത്തം എത്ര റൂംസ് ഇവിടെ ഉള്ളത് വെച്ചാൽ എട്ടും മൊത്തം 14 റൂംസ് ഇവിടെ ഉണ്ട്. പിന്നെ അവർക്ക് ടെൻ്റായിട്ട് വേറെ പരിപാടികൾ അങ്ങനെയൊക്കെയാണുള്ളത്. അപ്പം ഓരോ റൂംസും നല്ല റൂംസ് ഓരോന്നാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പം നമുക്ക് ആ റൂംസ് കൂടി കണ്ടിട്ട് ഇവിടുത്തെ നൈറ്റ് വിഷ്വൽസ്, പിന്നെ അതുപോലെ മോർണിംഗ് വിഷ്വൽസ് ഇവിടെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ അതിൻ്റെ കേട്ടോ. അപ്പം ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, പുറത്ത് സ്ക്രീനിലും ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ചിട്ട് ഓറഞ്ച് വാലി എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്പറും ബുക്കിംഗ് എല്ലാം നമുക്കതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പം ബാക്കി കാഴ്ചകളോട്ട് വിടാം. അതുപോലെ നമ്മളെ റൂം ഇതിൻ്റെ മുകളിലാണ്. അതിന് തൊട്ടടിയിലായിട്ട് ഇവിടെ ഒരു ക്യാമ്പ് ഫയറിന് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഇരുന്ന് ഒരു ക്യാമ്പ് ഫയർ ചില്ല് ചെയ്യാം. അതുപോലെ മുകളിലാണ് നമ്മളെ റൂമുള്ളത്. അപ്പോൾ ഗൈസ് നമുക്ക് കിട്ടിയ റൂമാണിട്ടത്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ ഇതുപോലത്തെ ഒരു ഡബിൾ കോട്ട് വലിയൊരു ബെഡാണ് കാണുന്നത്. ഈ ബെഡിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ബെഡിൽ നിന്ന് ഈ കാണുന്ന വ്യൂ ഉണ്ടോ അത് നമ്മൾ കാണിക്കാം. റൂമിൽ എന്തൊക്കെ ഫെസിലിറ്റികളുള്ള ജസ്റ്റ് നോക്കാം. പിന്നെ നമ്മൾ ബെഡിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു ചെയർ, ടീപ്പോയി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ അവിടെ മിനറൽ ബോട്ടിൽ, ഡീറ്റെയിൽ അങ്ങനെ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ കോഫി മേക്കർ, ഫോണ് കാര്യങ്ങളെല്ലാം ഇപ്പുറത്തുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് TV കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ സ്റ്റോറേജ് വിത്ത് മിറർ, ഒരു ടീപ്പോയി, ചെയർ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. വിശാലമായി വലിയൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഞാൻ എല്ലാവരും വീഡിയോയിലും ബാത്റൂമിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞാൽ നമുക്ക് ബാത്റൂം ഏത് റൂം എടുക്കുമ്പോഴും എല്ലാവരുടെയും ഒരു എന്താ പറയുക നല്ലോണം നോക്കുന്നൊരു സംഭവമാണ് ബാത്റൂം. അതുകൊണ്ടാണ് നമ്മൾ ബാത്റൂം നീറ്റാണെങ്കിൽ നീറ്റ് തന്നെ പറയും. അതുപോലെ ഇതിൻ്റെ ഒരു ഹൈലൈറ്റാണ് ഈ റൂമിൻ്റെ കാണിക്കാൻ പോകുന്നത്. നേരതാ പുറത്തോട്ട് വന്നാൽ നമുക്ക് ഇവിടെ ഒരു 2 ചെയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ കാണുന്ന മാരക വ്യൂ ഉണ്ടോ. അത്യാവശ്യം വാഗമണിൽ ഏറ്റവും ഹൈറ്റ് കൂടിയൊരു പ്രോപ്പർട്ടി തന്നെ വേണമെങ്കിൽ ഇത് പറയാം. അത്യാവശ്യം മാരക വ്യൂ ആണ്. ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിലും കിടിലൻ വ്യൂ ആണ് കേട്ടോ. ഇതൊരു വലിയൊരു ബാൽക്കണിയാണ് ഉണ്ടത്, എടുത്ത് തന്നെ പറയാം. അപ്പം അടുത്ത ഒരു വലിയ റൂമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇവിടെ കുറേ എക്സ്ട്രാ ബെഡ്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ മിറർ, ഒരു ടേബിൾ കാര്യങ്ങളുണ്ട്. പിന്നെ സ്റ്റോറേജ്, അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ആട്ടോ. ഡോറിൻ്റെ ബാക്കിലാണ് ബാത്റൂം വരുന്നത്. പിന്നെ അതുപോലെ വലിയൊരു സ്പേസുള്ള റൂമുണ്ട്. നേരത്തെ പറഞ്ഞൊരു സ്പേസുള്ള റൂമാണ് ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം ഒരു വിശാലത തന്നെ ഉണ്ട്. പിന്നെ സ്ലൈഡിങ് ഡോറാണ് വരുന്നത്. നമുക്ക് നമ്മളെ വന്ന വഴി, അതായത് സൂട്ടിൻ്റെ ഒരു വന്ന വഴി കാര്യങ്ങളാണ് ഇവിടെ നിന്ന് വരുന്ന വ്യൂ. എന്നാൽ പോലും അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ. പിന്നെ ഈ സൈഡിലോട്ടും കറക്റ്റുണ്ട്. അപ്പോൾ ഗൈസ് ഒരു ഈവനിങ് കോഫി പറഞ്ഞപ്പോൾ ഒരു ഫ്രഞ്ച് ഫ്രൈസും കോഫിയും ഷുഗറൊക്കെ സെപ്പറേറ്റ്, ടൊമാറ്റോ സോസ് കാര്യങ്ങളെല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പം നല്ല കോടയിലോട്ടൊക്കെ നോക്കി ഒരു കോഫി കുടിക്കട്ടെ. അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് നിന്നപ്പോഴാണ് നല്ലൊരു സൺസെറ്റ് കാണാൻ കഴിഞ്ഞിട്ട് നമ്മളെ റൂമിൽ നിന്ന് തന്നെ. അത്ര നേരമാണ് കോട മൂടിയിട്ടൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ കോടക്കുള്ളിൽ നിന്ന് താന്നുകൊണ്ടിരിക്കുകയുണ്ട് താഴോട്ട്. ഒരു അടിപൊളി ഒരു വിഷ്വൽസ് തന്നെ ആയിരുന്നല്ലോ, രക്ഷയില്ല. ഇങ്ങോട്ടൊക്കെ അതാ കോട മൂടി കിടക്കുന്നുണ്ട്. റിസോർട്ടിന് നൈറ്റ് കാഴ്ചക്കാട് കാണാൻ താഴെ നല്ല പാട്ടും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല കളർഫുൾ ലൈറ്റിംഗ് ആണ്. മൊത്തം ഏരിയകൾ മൊത്തം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. പൊളിയാണ് വൈബ്. ചെറിയ മഴ ചാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ക്യാമ്പ് ഫയർ എന്ന പരിപാടി ചെല്ലോ, വേറെ ഒന്നും വേണ്ട. ഇവിടെ വേറെ എന്തൊക്കെയുള്ള നൈറ്റ് പ്രോഗ്രാംസ് നമുക്ക് നോക്കാമല്ലോ.
അപ്പോൾ ഗൈസ് നല്ല കുറച്ച് ലൈറ്റായി. ഒന്നുമില്ല, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ നടന്നിരുന്നു. അത് ജസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ രാവിലെ എണീക്കാൻ കുറച്ച് നേരം വൈകി. ഇപ്പം നേരത്തെ പോലെ തെളിഞ്ഞൊരു അന്തരീക്ഷമാണ് ഇവിടെ കാണാനുള്ളത്. നല്ല തെളിഞ്ഞൊരു അന്തരീക്ഷം. അതായത് ഇവിടെ നമ്മൾ റൂമിലുള്ള വ്യൂ കേട്ടോ, അപ്പുറത്ത് വേറെ വ്യൂ ആണ്. അതുപോലെ തന്നെ അവിടെ നേരെ അവിടെ കാണുന്നത് ഒരു ടെൻറ്റിൻ്റെ ഇവരുടെ തന്നെ ടെൻറ്റും ഒരു കാരവാനായിട്ടുള്ള പരിപാടിയുണ്ട്. അത് നമ്മൾ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതാണ്. അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. നിങ്ങൾ ജസ്റ്റ് നേരെ കണ്ടോ, ഒരു മേഘങ്ങൾക്ക് മുകളിലായുള്ളൊരു ഫീല് അത് അവിടെ നിന്ന് കിട്ടും. ചില ടൈം രാവിലെ ഇവിടെ വന്നിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി കേട്ടോ. ഈ ഏരിയയിലൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ട് കാണട്ടോ. അടിപൊളിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങും. പിന്നെ നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡായിട്ട് ടെൻറ്റിൻ്റെ കാര്യങ്ങളായിട്ട് കുറച്ച് പരിപാടികളൊക്കെ നടക്കാം. അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളോട് പോകും. ഈവനിങ് നമ്മളെ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ടായിരുന്നു കേട്ടോ കാറ്റ്. ഇപ്പോൾ കാറ്റ് നമ്മുടെ ഡോറിൻ്റെ അതിലിട്ട്, അതായത് തണുത്ത കാറ്റ് അടിച്ച് വീശിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ തന്നെ. കാരണം ഇപ്പം കാറ്റിൻ്റെ ഗതി നമ്മളെ റൂമിൻ്റെ അവിടുന്ന് ഓപ്പോസിറ്റ് ഇങ്ങോട്ടാണ്. ഇന്നലെ അവിടുന്ന് ഇവിടുന്ന് നമ്മളെ അതായത് ഇങ്ങനെ നേരെ സ്ട്രൈറ്റ് ആയിരുന്നു. എന്നാൽ അവിടുന്ന് മെയിൻ റോഡ് ഡോറിൻ്റെ അവിടെ തന്നെ. അപ്പം ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം കേട്ടോ. ഓഹ്, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഭയങ്കര കാറ്റാണ്. ഒരു ഇത് കണ്ടിന്യൂസ് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, കണ്ടിന്യൂസ് കാറ്റടിച്ച് വീശിക്കൊണ്ടിരിക്കുക. ഒരു രക്ഷയിലാണ്. ഇവിടെ നമുക്ക് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ഒരു വാട്ടർമെലൺ ജ്യൂസ്, സോസേജ്, പിന്നെ അതുപോലെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് എന്താ വരുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ ഒരു വ്യൂയിലോട്ട് ആസ്വദിച്ചിട്ടാണ് നമ്മളിവിടുന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കിവിടെ വന്ന് ബജി, പൂരി, ദോശ, ചട്നി, സാമ്പാർ ഓക്കെ. അപ്പോൾ ഗൈസ് നല്ല അടിപൊളി കാറ്റ് കടിച്ചിട്ട് ഞാൻ ഇവിടുത്തെ സൈക്കിൾ റൈഡിലാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ വന്ന വഴി കുറേ ദൂരം കേട്ടോ. ഈ ദൂരത്തിലൊക്കെ നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റും. എന്നാലും നമുക്കിവിടെ വന്നപ്പോൾ തന്നെ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ലൈറ്റിങ് പോലെ നമുക്ക് കിട്ടിയത്. ഞാനുണ്ട് എല്ലാം വ്യൂ അല്ല. അപ്പോൾ ഗൈസ് റിസോർട്ടിനെ കുറിച്ച് പറയാനുള്ളത് അടിപൊളി പ്രോപ്പർട്ടിയാണ്. റൂംസിൻ്റെ കാര്യമായാലും പിന്നെ സർവീസിൻ്റെ കാര്യമായാലും നല്ല കിടിലം പയ്യന്മാരുണ്ട്. സർവീസിന് അടിപൊളിയാണ്. അപ്പം എല്ലാം കൊണ്ടും അടിപൊളി ഒരു കിടിലം പ്രോപ്പർട്ടി തന്നെയാണ് ഉണ്ടായി നമ്മുടെ ഓറഞ്ച് വാലി. ഇവിടെ വ്യൂവിൻ്റെ കാര്യത്തിലാണെങ്കിലും കോടയുടെ കാര്യത്തിലാണെങ്കിലും പേടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം അടിപൊളി. അപ്പം നിങ്ങൾക്കിവിടെ ഭയങ്കര ഡ്രസ്സൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ദിവസം സ്റ്റേ ചെയ്താൽ നിങ്ങൾക്ക് ഒക്കെ മാറിക്കിട്ടും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അതുപോലത്തെ ഒരു പീസ്ഫുൾ ഏരിയ ആണിത്. ഓക്കെ, അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവരായിട്ട് വിളിക്കേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അപ്പം bye. Swear I won't forget this. Why do I regret this? In my mind reckless, thoughts are feeling endless. Sitting up, I'm breathless. Anxiety's infectious. I feel so defenseless, betrayed and embarrassed. I hate being open, I hate being broken. I feel like an ocean filled up with emotion. Anger ain't a potion, rub it on like lotion. I can feel it soaking, reopen. The scars have awoken. I can't move on till I let go. I feel so lost, never at home. Need to be strong, every breath hold. Cause I can't move on till I let go. I can't move on till I let go. I feel so lost, never at home. Need to be strong, every breath hold. Cause I can't move on till I let go.